Learn Easy Online Education. ഹായ്, ഇറ്റ്സ് മീ ഹർഷിത. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് MS001 യൂണിറ്റ് 4 ആയിട്ടുള്ള സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി എന്ന യൂണിറ്റാണ് കേട്ടോ. നമ്മൾക്ക് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് സോഷ്യൽ കൺസ്ട്രക്ഷൻ തന്നെയാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഷാർത്ഥം നിർമ്മാണം, കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹിക നിർമ്മാണം. സാമൂഹിക നിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതിൽ മെയിനായിട്ട് വരുന്ന കണ്ടൻസ് എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, ഫെനോമിന ഓഫ് സോഷ്യൽ റിയാലിറ്റി, എവരിഡേ സോഷ്യൽ റിയാലിറ്റി, ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി, the objective reality of sociology, society, legitimation of social reality, socialization and legitimation, social reality and the symbolic universe, social reality and language. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കണ്ടൻ്റായിട്ട് വരുന്നത്. ഇതിൽ ആവർത്തിച്ച് വരുത്തുന്ന വാക്കുകളാണ് റിയാലിറ്റി, അതുപോലെ ലെജിറ്റിമേഷൻ, സിംബോളിക് യൂണിവേഴ്സ്, ലാംഗ്വേജ്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് കേട്ടോ. യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വിത്തൗട്ട് മച്ച് ഡിലേ ലെറ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷനിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. 4.1 നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ 4.1 ഇൻട്രൊഡക്ഷൻ. This lesson focuses on understanding the social construction of reality. Social construction refers to how societies create ways of understanding the visible world. While societies and cultures vary, they share a tendency to pass their beliefs to the next generation. However, each generation often develops new perspectives leading to changes in social reality. ഈ പാഠം യഥാർത്ഥത്തിൽ സാമൂഹിക നിർമ്മാണം മനസ്സിലാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദൃശ്യലോകത്തെ മനസ്സിലാക്കുന്നതിനുള്ള വഴികൾ സമൂഹങ്ങൾ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നതിനെയാണ് സാമൂഹിക നിർമ്മാണം സൂചിപ്പിക്കുന്നത്. സമൂഹങ്ങളും സംസ്കാരങ്ങളും വ്യത്യസ്തമാണെങ്കിൽ പോലും അവരുടെ വിശ്വാസങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള പ്രവണത അവർ പങ്കിടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഓരോ തലമുറയും പലപ്പോഴും പുതിയ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുന്നുണ്ട്. ഇത് സാമൂഹിക യാഥാർത്ഥ്യത്തിൽ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു. Social reality is not a single idea but consists of multiple layers and interpretations. In diverse societies, different cultures' realities interact and influence one another. This shows that reality is shaped in various ways and can differ greatly across societies. സാമൂഹിക യാഥാർത്ഥ്യം എന്നത് ഒരൊറ്റ ആശയമല്ല, മറിച്ച് ഒന്നിലധികം പാളികളും വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ്. വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യത്യസ്ത സാംസ്കാരിക യാഥാർത്ഥ്യങ്ങൾ പരസ്പരം ഇടപെടുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. യാഥാർത്ഥ്യം വിവിധ രീതികളിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നും സമൂഹങ്ങളിൽ ഉടനീളം വലിയ വ്യത്യാസം ഉണ്ടാകുമെന്നും ഇത് കാണിക്കുന്നു. Society creates and sustains these realities even during times of disruption. It ensures that beliefs and values are passed on while adapting to new expectations of each generation. This process balances societal continuity from birth to death. സമൂഹം ഈ യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ സമയങ്ങളിൽ പോലും ഓരോ തലമുറയുടെയും പുതിയ പ്രതീക്ഷകൾക്ക് അനുസൃതമായി വിശ്വാസങ്ങളും മൂല്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഈ പ്രക്രിയ ജനനം മുതൽ മരണം വരെയുള്ള സാമൂഹിക തുടർച്ചയെ സന്തുലിതമാക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. എന്താണ് കൂടുതലായിട്ടും സോഷ്യൽ റിയാലിറ്റി എന്താണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യത്തിൽ കാണുന്ന, അതായത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ റിയാലിറ്റി, ആ ഒരു റിയാലിറ്റിയുടെ ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ നിർമ്മാണം എങ്ങനെയുള്ളതാണെന്നും ആ നിർമ്മാണത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് മെയിനായിട്ട് ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത മെയിൻ ഹെഡിങ് 4.2 കൺസ്ട്രക്ഷൻ ഓഫ്
റിയാലിറ്റി നമ്മുടെ മെയിൻ ഹെഡിങ് ആണ് കേട്ടോ അത്. സോഷ്യൽ റിയാലിറ്റീസ് ആർ ക്രിയേറ്റഡ് ആസ് ന്യൂ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ആർ ടോട്ട് സ്പെസിഫിക് ബിഹേവിയേഴ്സ് ആൻഡ് ബിലീഫ്സ്. These teachings happen in areas like economics, politics, and psychology. Society maintains its structure through ritual and regular interactions. However, disruptions like war or lawlessness can break down this fragile system requiring years to rebuild. സമൂഹത്തിലെ പുതിയ അംഗങ്ങളെ പ്രത്യേക പെരുമാറ്റങ്ങളും വിശ്വാസങ്ങളും പഠിപ്പിക്കുമ്പോൾ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അതായത് നമ്മുടെ ന്യൂ ജനറേഷൻസ്. സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം, മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിലാണ് ഈ പഠിപ്പിക്കലുകൾ നടക്കുന്നത്. ആചാര അനുഷ്ഠാനങ്ങളിലൂടെയും നിരന്തരമായ ഇടപെടലുകളിലൂടെയും സമൂഹം അതിൻ്റെ ഘടന നിലനിർത്തുന്നു. എന്നിരുന്നാൽ പോലും യുദ്ധമോ നിയമലംഘനമോ പോലുള്ള തടസ്സങ്ങൾക്ക് ഈ ദുർബലമായ വ്യവസ്ഥിതിയെ തകർക്കാൻ കഴിയും. പുനർനിർമ്മാണങ്ങൾക്ക് വർഷങ്ങളെടുക്കും. അതായത് നമ്മുടെ സമൂഹത്തിൽ പുതിയൊരു കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ, ഓരോ ഇന്നോവേഷൻസുകൾ കണ്ടുപിടിക്കുമ്പോൾ അത് നമ്മുടെ ജനറേഷൻസിന് പഠിപ്പിച്ചു കൊടുക്കുകയും അത് ബിൽഡ് ചെയ്ത് വരികയും ചെയ്യുമ്പോൾ പിന്നീട് യുദ്ധങ്ങളോ അല്ലെങ്കിൽ ദുർബലമായ മറ്റുള്ള അവസ്ഥകളോ ഒക്കെ ഈ ഒരു വ്യവസ്ഥിതിയെ തകർക്കാൻ സഹായിക്കും. അത് വീണ്ടും റീബിൽഡ് ചെയ്ത് വരിക എന്നുള്ളത് വർഷങ്ങളെടുക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. Each society and culture builds its reality differently, influenced by factors like religion, class, and lifestyle. These realities are not just idea, but are actively reinforced through socialization and education. Society also tries to bring individuals who deviate from these norms back into the mainstream. ഓരോ സമൂഹവും സംസ്കാരവും അതിൻ്റെ യാഥാർത്ഥ്യത്തെ വ്യത്യസ്തമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. മതം, വർഗം, ജീവിതശൈലി തുടങ്ങിയ ഘടകങ്ങളാൽ ഇത് സ്വാധീനിക്കപ്പെടുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങൾ മാത്രമല്ല, സാമൂഹികവൽക്കരണത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും സജീവമായിട്ട് ഇത് ശക്തിപ്പെടുന്നുണ്ട്. ഈ ഒരു മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്ന വ്യക്തികളെ മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാനും സമൂഹം ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഉദ്ദേശിക്കുന്നത് മതവും വർഗവും ജീവിതശൈലി തുടങ്ങിയ കാര്യങ്ങൾ ഒരാളെ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മതം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെതായ പ്രൊഫഷനുകളുണ്ട്. അതുപോലെ തന്നെ വർഗത്തിൻ്റെതായ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ട് മുന്നേറുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ജീവിതശൈലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മുന്നേറുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ എതിർക്കുന്ന, ഈ മതത്തിനെയും വർഗത്തിനെയും ഒക്കെ എതിർക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോഷ്യോളജി ഓഫ് നോളജ് സ്റ്റഡീസ് ഹൗ പീപ്പിൾ ആൻഡ് കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് സോഷ്യൽ റിയാലിറ്റീസ്. സം ബിലീവ് സൊസൈറ്റി ഷേപ്സ് ദ context of ideas but allows personal freedom, while others argue that thought is always influenced by ideology and environment. Knowledge is built gradually through constant updates from family, media, and institutions, helping individuals understand and adapt to the changing world. അറിവിൻ്റെ സാമൂഹിക ശാസ്ത്രം ആളുകളും സമൂഹങ്ങളും എങ്ങനെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് പഠിക്കുന്നതാണ്. സമൂഹം ആശയങ്ങളുടെയും സന്ദർഭം രൂപപ്പെടുത്തുന്നുവെന്നും എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നു. മറ്റുള്ളവർ ചിന്തയെ എപ്പോഴും പ്രത്യയശാസ്ത്രവും പരിസ്ഥിതിയും സ്വാധീനിക്കുന്നുവെന്ന് വാദിക്കുന്നു. വിജ്ഞാനം ക്രമേണ നിർമ്മിക്കപ്പെടുന്നതാണ്. കുടുംബം, മാധ്യമങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള നിരന്തരമായ അപ്ഡേറ്റുകളിലൂടെയാണ് ഈ മാറുന്ന ലോകത്തെ മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും വ്യക്തികളെ സഹായിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റിയിൽ പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഹെഡിങ് 4.3 ഫിനോമിന ഓഫ് സോഷ്യൽ റിയാലിറ്റി എന്നുള്ളതാണ്. Berger and Luckman believes that studying social reality begins with understanding everyday common sense. This everyday knowledge comes from interactions and participation in social life. They highlight that society has two sides, a subjective side and an objective side. Subjective side is individual experiences, objective side is rules and structures. സാമൂഹിക യാഥാർത്ഥ്യം പഠിക്കുന്നത് ദൈനംദിന സാമാന്യ ബുദ്ധി മനസ്സിലാക്കുന്നതിലൂടെ ആരംഭിക്കുന്നുവെന്ന് ബെർജറും ലുക്മാനും വിശ്വസിക്കുന്നു.
സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പഠിക്കുന്നത് ദൈനംദിന സാമാന്യ ബുദ്ധി നമ്മുടെ ഒരു ജസ്റ്റ് കോമൺ സെൻസ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു ദൈനംദിന അറിവ്, ഈ ഒരു കോമൺ സെൻസ് കൊണ്ട് സാമൂഹിക ജീവിതത്തിലെ ഇടപെടലുകളിൽ നിന്നും പങ്കാളിത്തത്തിൽ നിന്നുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഒരു ജസ്റ്റ് കോമൺ സെൻസ് കിട്ടുന്നത്. സമൂഹത്തിന് 2 തരത്തിലുള്ള വശങ്ങളുണ്ടെന്നാണ് അവർ പറയുന്നത്. ആര്? ബെർജറും ലക്മാനും പറയുന്നത്. ഒന്ന്, ആത്മനിഷ്ഠമായ ഒരു വശം, ആത്മനിഷ്ഠതയുടെ, അതായത് വ്യക്തിഗത അനുഭവങ്ങൾ കൊണ്ടുള്ള ഒരു വശമാണ്, അതായത് സബ്ജക്റ്റീവ് സൈഡ്. മറ്റൊന്ന് പറഞ്ഞത് ഒബ്ജക്റ്റീവ് സൈഡാണ്, അത് ഒരു വസ്തുനിഷ്ഠമായ വശമാണ് ഒബ്ജക്റ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അതായത് നിയമങ്ങളും ഘടനകളും മറ്റുള്ള ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നതും സഹായിക്കുന്നതുമായിട്ടുള്ള മറ്റെല്ലാ ഘടകങ്ങൾക്കുമാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റീവ് സൈഡ് എന്ന് പറയുന്നത്. Social life exists beyond any one person and includes shared realities that everyone follows. If individuals or groups ignore these rules, they may face exclusion. Berger focuses on how humans create and maintain social life in all its forms. To understand social reality, we must study how it is constructed, as this helps us explore it further. ഏതൊരു വ്യക്തിക്കും അപ്പുറം സാമൂഹിക ജീവിതം നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും പിന്തുടരുന്ന പങ്കിട്ട യാഥാർത്ഥ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. വ്യക്തികളോ ഗ്രൂപ്പുകളോ ഈ നിയമങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ അവർക്ക് ഒഴിവാക്കൽ നേരിടേണ്ടി വന്നേക്കാം. അതായത് സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാം. നമ്മുടെ സമൂഹത്തിന് പൊതുവായ മാതൃകകളും പൊതുവായ ഒരു വീക്ഷണങ്ങളും ഉണ്ടാകും. അതിൽ നിന്ന് ഒരാൾ വ്യത്യസ്തമായിട്ട് പെരുമാറുകയാണെങ്കിൽ എന്ത് ചെയ്യും? അയാളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടേക്കാം. മനുഷ്യർ എങ്ങനെ സാമൂഹിക ജീവിതത്തെ അതിൻ്റെ എല്ലാ രൂപത്തിലും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നതിൽ ബർഗർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അത് എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു എന്ന് പഠിക്കണം, കാരണം ഇത് കൂടുതൽ പര്യവേക്ഷണം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത നമ്മുടെ സൈഡ് ഹെഡിങ് 4.4 എവറിഡേ സോഷ്യൽ റിയാലിറ്റി. Berger and Luckman say that to understand everyday life, we need to look at how people experience reality. People live in many realities at the same time, and these realities influence each other. When someone joins a society, they learn its rules and വേ ഓഫ് ലൈഫ്. ദൈനംദിന ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി, ദൈനംദിന ജീവിതത്തെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ദൈനംദിന ജീവിതം മനസ്സിലാക്കാൻ ആളുകൾ എങ്ങനെ യാഥാർത്ഥ്യത്തെ അനുഭവിക്കുന്നുവെന്ന് നോക്കേണ്ടതുണ്ടെന്നും ബെർജറും ലുക്മാനും പറയുന്നുണ്ട്. ആളുകൾ ഒരേ സമയം നിരവധി യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾ പരസ്പരം സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ആരെങ്കിലും ഒരു സമൂഹത്തിൽ ചേരുമ്പോൾ അവർ അതിൻ്റെ നിയമങ്ങളും ജീവിത രീതികളും പഠിക്കുകയും ചെയ്യുന്നു. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഓരോ വ്യക്തികളും യുണീക്കാണ്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ആദർശങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടാകും. അത് അവരുടെ പ്രവൃത്തികളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എവറിഡേ നോളജ് ഈസ് ഷെയർഡ് through interactions with others. These interactions create routine and help people understand how to behave. Face-to-face conversations are especially important because they help us understand ourselves and others. This process shapes how we see the world and behave in society. മറ്റുള്ളവരുമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെയാണ് ദൈനംദിന അറിവുകൾ പങ്കുവെക്കുന്നത്. ഈ ഇടപെടലുകൾ ദിനചര്യകൾ സൃഷ്ടിക്കുകയും എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുകയും ചെയ്യുന്നു. മുഖാമുഖ സംഭാഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്, കാരണം അവ നമ്മെയും മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ ഒരു പ്രക്രിയ നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നുവെന്നും സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നതും രൂപപ്പെടുത്തുന്ന ഒന്നാണ്. റിയാലിറ്റി ഈസ് നോട്ട് ദ സെയിം ഫോർ എവ്രി വൺ. ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഹാവ് ദെയർ own rules and systems, but these are always influenced by the larger society. Time is also important because it helps organize life and create patterns in how we live. യാഥാർത്ഥ്യം എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യമല്ല. വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് അവരുടേതായ നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. എന്നാൽ അവ എല്ലായ്പ്പോഴും വലിയ സമൂഹത്തിന്റെ സ്വാധീനത്തിലാണ്. സമയവും പ്രാധാന്യമാണ്,
കാരണം അത് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നാം എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ പാറ്റേണുകൾ സൃഷ്ടിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? സമയം സഹായിക്കുന്നുണ്ട് എന്നാണ് ചെയ്യുന്നത്. ആ സമയം നമ്മുടെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച്, ഒരു സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് വിനിയോഗിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള ഗോളിലേക്ക് എത്തുന്നത് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് കേട്ടോ. അടുത്ത നമ്മുടെ ഹെഡിങ് 4.5 ലാംഗ്വേജ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി. Language is a key part of social reality. Every language has its own rules and helps to create a shared system of knowledge. Over time, languages grow and change as new words and ideas are added, while others fade away. For example, English dictionaries are regularly updated to include new terms and remove ഔട്ട്ഡേറ്റഡ് വൺസ്. സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാഷ എന്ന് പറയുന്നത്. സാമൂഹിക യാഥാർത്ഥ്യത്തിൽ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. കൂടാതെ അറിവിൻ്റെ ഒരു പങ്കുവയ്ക്കൽ സംവിധാനം സൃഷ്ടിക്കാനും എന്ത് സഹായിക്കുന്നു? ഭാഷ സഹായിക്കുന്നുണ്ട്. കാലക്രമേണ പുതിയ വാക്കുകളും ആശയങ്ങളും ചേർക്കുകയും ഭാഷകൾ വളരുകയും മാറുകയും ചെയ്യുന്നു. മറ്റുള്ളവ മങ്ങിപ്പോകുന്നു. ഉദാഹരണത്തിന് പുതിയ പദങ്ങൾ ഉൾപ്പെടുത്താനും കാലഹരണപ്പെട്ടവ നീക്കം ചെയ്യാനും ഇംഗ്ലീഷ് നിഘണ്ടുകൾ, ഇംഗ്ലീഷ് ഡിക്ഷണറീസിൽ പതിവായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. അതായത് ലാംഗ്വേജിൻ്റെ സോഷ്യൽ റിയാലിറ്റിയാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാണെന്നാണ് പറയുന്നത്. കാലക്രമേണ വരുന്ന മാറ്റങ്ങൾക്ക് വിധേയമാണ് എല്ലാ കാര്യങ്ങളും. ലാംഗ്വേജ് കളക്ട്സ് and shared knowledge, helping to create an organized society. It is symbolic and reflects social reality. Language also shapes how people understand and adapt to social order. Although it exists outside individuals, it influences and controls behavior, acting as the backbone of communication and social structure. ഭാഷ അറിവ് ശേഖരിക്കുകയും പങ്കിടുകയും ചെയ്യുന്നു. ഇത് ഒരു സംഘടിത സമൂഹത്തെ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇത് പ്രതീകാത്മകവും സാമൂഹിക യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതുമാണ്. ആളുകൾ എങ്ങനെ മനസ്സിലാക്കുകയും സാമൂഹിക ക്രമവുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നുവെന്നും ഭാഷ രൂപപ്പെടുത്തുന്നുണ്ട്. ഇത് വ്യക്തികൾക്ക് പുറത്ത് നിലവിലുണ്ടെങ്കിലും അത് പെരുമാറ്റത്തെ സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ആശയവിനിമയത്തിൻ്റെയും സാമൂഹിക ഘടനയുടെയും നട്ടെല്ലായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? ഭാഷ പ്രവർത്തിക്കുന്നു. ലാംഗ്വേജ് ഹോൾഡ്സ് നോളജ് അബൌട്ട് മൊറാലിറ്റി, പൊളിറ്റിക്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ചേഞ്ചസ് ഇൻ ലാംഗ്വേജ് ക്യാൻ അഫക്ട് ദ ഐഡിയാസ് ആൻഡ് വാല്യൂസ് ഓഫ് എ സൊസൈറ്റി. Studying language helps us understand social reality and its role in human progress and society. ധാർമ്മികത, രാഷ്ട്രീയം, മനോഭാവം എന്നിവയെക്കുറിച്ചിട്ടുള്ള അറിവ് ഭാഷയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഭാഷയിലെ മാറ്റങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ആശയങ്ങളെയും മൂല്യങ്ങളെയും ബാധിക്കുന്നതാണ്. ഭാഷ പഠിക്കുന്നത് സാമൂഹിക യാഥാർത്ഥ്യവും മനുഷ്യ പുരോഗതിയിലും സാമൂഹ്യ ശാസ്ത്രത്തിലും അതിൻ്റെ പങ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4.5 പറയുന്നത്. അടുത്ത് നമ്മുടെ ഹെഡിങ് 4.6 ദ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഓഫ് സൊസൈറ്റി. Objective reality and institutions society controls individuals. This control exists beyond any one person. Institutions like schools or governments are examples. They create rules to guide behavior. While people live and die, institutions last for a long time and shape society. ഒബ്ജക്റ്റീവ് റിയാലിറ്റിയിൽ സ്ഥാപനങ്ങളും സമൂഹം വ്യക്തികളെ നിയന്ത്രിക്കുന്നു. സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? വ്യക്തികളെ നിയന്ത്രിക്കുന്നു. ഈ നിയന്ത്രണം ഏതൊരു വ്യക്തിക്കും ഉള്ളതാണ്. ഏതൊരു വ്യക്തിക്കും ബാധകമാണ്. സ്കൂളുകളും സർക്കാരുകളും പോലുള്ള സ്ഥാപനങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ്. പെരുമാറ്റങ്ങളെ നയിക്കാൻ അവർ നിയമങ്ങൾ സൃഷ്ടിക്കുന്നു. ആളുകൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ സ്ഥാപനങ്ങൾ വളരെ കാലം നിലനിൽക്കുകയും സമൂഹത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആളുകളൊക്കെ മരിച്ചു പോയാലും ഈ സ്ഥാപനങ്ങളും നിയമങ്ങളൊക്കെ ഇവിടെ അടുത്ത ജനറേഷൻസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ക്രിയേറ്റഡ്. എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ഫ്രം
starts when people repeat certain behaviors until they become patterns. These patterns turn into rules that everyone follows. Over time, institutions become strong and seem like they exist on their own, separate from the people who created them. സ്ഥാപനങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആളുകൾ ചില പെരുമാറ്റങ്ങൾ പാറ്റേണുകളായിട്ട് മാറുന്നത് വരെ ആവർത്തിക്കുമ്പോഴാണ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത്. അതായത് പെരുമാറ്റങ്ങൾ ദിനചര്യകളായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിനെയാണ് പാറ്റേണുകൾ എന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങൾ അപ്പോഴാണ് ആരംഭിക്കുന്നത്. ഈ പാറ്റേണുകൾ എല്ലാവരും പിന്തുടരുന്ന നിയമങ്ങളായി മാറുന്നു. കാലക്രമേണ സ്ഥാപനങ്ങൾ ശക്തമാവുകയും അവ സൃഷ്ടിച്ച ആളുകളിൽ നിന്ന് വേറിട്ട് അവ സ്വന്തമായി നിലനിൽക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യുന്നു. സൊസൈറ്റി ആൻഡ് സോഷ്യലൈസേഷൻ ആണ് അടുത്തത് പറയുന്നത് കേട്ടോ. ഇതിലെ പോയിന്റ്സ് ആണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അടുത്തത് സൊസൈറ്റി ആൻഡ് സോഷ്യലൈസേഷൻ ആണ് പറയുന്നത്. സൊസൈറ്റി ഷേപ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഹെൽപ്പ് ബിൽഡ് എ സൊസൈറ്റി. To continue, society teaches its rules and customs to new members. This teaching starts when we are young and continues throughout life. But not everyone follows these rules perfectly, which can cause problems like conflicts or disorders. സമൂഹവും സാമൂഹികവൽക്കരണവും. സമൂഹം വ്യക്തികളെ രൂപപ്പെടുത്തുന്നുണ്ട്. വ്യക്തികൾ സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുമുണ്ട്. ഈ ഒരു കർമ്മം തുടരുന്നതിന് സമൂഹം അതിൻ്റെ നിയമങ്ങളും ആചാരങ്ങളും പുതിയ അംഗങ്ങളെ പഠിപ്പിക്കുന്നു. ഈ ഒരു കാര്യമാണ് എന്ത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പഠിപ്പിക്കൽ ചെറുപ്പത്തിൽ തുടങ്ങുകയും ജീവിതത്തിലുടനീളം തുടരുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാവരും ഈ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്നില്ല. ഇത് സംഘർഷങ്ങൾക്കും ക്രമക്കേടുകളും പോലുള്ള പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാരണമാകുന്നുണ്ട്. Roles in society. Each person in society plays a role like being a student, parent or worker. These roles come with responsibilities and help society's functions. By repeating these roles, society creates structure and stability. Roles also define who we are and how we interact with others. സമൂഹത്തിലെ റോളുകൾ. സമൂഹത്തിലെ ഓരോ വ്യക്തിയും ഒരു വിദ്യാർത്ഥി, രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു തൊഴിലാളി എന്നിങ്ങനെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ റോളുകൾ ഉത്തരവാദിത്തങ്ങളോടെ വരുന്നുണ്ട്. ഈ റോളുകൾക്ക് എന്തുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളെ ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ഈ റോളുകൾ ആവർത്തിക്കുന്നതിലൂടെ സമൂഹം ഘടനയും സുസ്ഥിരതയും സൃഷ്ടിക്കുന്നു. നമ്മൾ ആരാണെന്നും മറ്റുള്ളവരുമായി എങ്ങനെ ഇടപഴകുന്നുവെന്നും റോളുകൾ നിർവചിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ഡിഫറെന്റ് റിയാലിറ്റീസ് ഇൻ സൊസൈറ്റി. Not everyone experiences society the same way. Subcultures have their own rules and beliefs, creating different versions of reality. Sometimes institutions become so powerful that they act independently and can cause disruption during times of social disorder. സമൂഹത്തിലെ വ്യത്യസ്ത യാഥാർത്ഥ്യങ്ങൾ എല്ലാവരും സമൂഹത്തെ ഒരുപോലെ അനുഭവിക്കുന്നില്ല. ഉപസംസ്കാരങ്ങൾ, അതായത് സമൂഹത്തിനുള്ളിലെ ചെറിയ ഗ്രൂപ്പുകൾ, അവരുടേതായ നിയമങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. യഥാർത്ഥത്തിന്റെ വ്യത്യസ്ത പതിപ്പുകൾ സൃഷ്ടിക്കുന്നു. ചിലപ്പോൾ സ്ഥാപനങ്ങൾ വളരെ ശക്തമായി തീരുകയും അവ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും സാമൂഹിക ക്രമക്കേടുകളുടെ സമയങ്ങളിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. Society is made of people, rules and institutions working together. It shapes us and we shape it. There are many ways to experience society depending on where we are and what roles we play. ആളുകളും നിയമങ്ങളും സ്ഥാപനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സമൂഹം നിർമ്മിച്ചിരിക്കുന്നത്. അത് നമ്മെ രൂപപ്പെടുത്തുകയും നാം അതിനെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മൾ എവിടെയാണ്, എന്ത് റോളുകളാണ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് സമൂഹത്തെ അനുഭവിക്കാൻ നിരവധി മാർഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 4.6 ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഓഫ് സൊസൈറ്റിയിൽ പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മളിപ്പോൾ പോയിന്റുകളായിട്ട് നോക്കിയത് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ ഹെഡിങ് 4.7 ആണ് ലെജിറ്റിമേഷൻ ആൻഡ് സോഷ്യൽ റിയാലിറ്റി. ലെജിറ്റിമേഷൻ ഇൻ റിയാലിറ്റി. ലെജിറ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസാധുത എന്നാണ് ഭാഷാർത്ഥം വരുന്നത് കേട്ടോ. ലെജിറ്റിമേഷൻ ഗിവ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ സൊസൈറ്റി എ പർപ്പസ് ആൻഡ് സെറ്റ് ഓഫ് റൂൾസ്.
It explains why institutions exist and what people should do with them. If members do not follow these rules, they may face consequences. Legitimation ensures that the institutions function properly and remains respected. ഉദ്ദേശവും നിയമങ്ങളുടെ കൂട്ടവും, അതാണ് ലെജിറ്റിമേഷൻ. ലെജിറ്റിമേഷൻ ഇൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതെന്നും അവയ്ക്കുള്ളിൽ ആളുകൾ എന്ത് ചെയ്യണമെന്നും ഇത് വിശദീകരിക്കുന്നു. അതായത് ലെജിറ്റിമേഷനും നിയമങ്ങളുടെ കൂട്ടവും എന്തുകൊണ്ടാണ് സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതെന്നും അവയ്ക്കുള്ളിൽ ആളുകൾ എന്ത് ചെയ്യണമെന്നും ഇത് വിശദീകരിക്കുന്നു. അംഗങ്ങൾ ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവർക്ക് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും. നിയമാനുസൃതം സ്ഥാപനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുവെന്നും ബഹുമാനത്തോടെ നിലകൊള്ളുന്നുവെന്നും ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പാക്കുന്നുണ്ട്. Symbolic universe. The symbolic universe is a shared system of meaning in society. It helps people understand their roles, society's rules, and how to live within a social order. It connects individuals and collective experiences and gives us a sense of belongings. This shared understanding allows society to work smoothly and adapt to new situations. പ്രതീകാത്മക പ്രപഞ്ചം സമൂഹത്തിൽ പങ്കുവയ്ക്കപ്പെട്ട അർത്ഥം സംവിധാനമാണ് ഇത്. പ്രതീകാത്മക പ്രപഞ്ചം അതായത് സിംബോളിക് യൂണിവേഴ്സിലെ സമൂഹത്തിൽ പങ്കുവയ്ക്കപ്പെട്ട അർത്ഥ സംവിധാനമാണിത്. ആളുകളെ അവരുടെ റോളുകൾ, സമൂഹത്തിൽ നിയമങ്ങൾ, ഒരു സാമൂഹിക ക്രമത്തിൽ എങ്ങനെ ജീവിക്കണം എന്നിവ മനസ്സിലാക്കാനാണ് ഇത് സഹായിക്കുന്നത്. ഇത് വ്യക്തിപരവും കൂട്ടായതുമായ അനുഭവങ്ങളെ ബന്ധിപ്പിക്കുകയും സ്വന്തമായ ഒരു ബോധം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ പങ്കിട്ട ധാരണ സമൂഹത്തെ സുഗമമായി പ്രവർത്തിക്കാനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ്. ഇതിന്റെ ചേഞ്ചസും ചാലഞ്ചസും ആണ് പറയുന്നത്. എന്തിന്റെ? സിംബോളിക് യൂണിവേഴ്സിന്റെ ചേഞ്ചസും ചാലഞ്ചസും ആണ് പറയുന്നത്. ഓവർ ടൈം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദെയർ ലെജിറ്റിമേഷൻസ് must change to handle new problems or values of younger generations. Even with these adjustments, some people or groups may see reality differently, leading to conflicts or disruptions in society. കാലക്രമേണ പുതിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യുവതലമുറയുടെ മൂല്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയമങ്ങളും അവിടെ നിയമസാധ്യതകളും മാറേണ്ടതുണ്ട്. ഈ ഒരു ക്രമീകരണങ്ങൾക്കൊപ്പം തന്നെ ചില ആളുകളോ ഗ്രൂപ്പുകളോ യഥാർത്ഥത്തെ വ്യത്യസ്തമായിട്ട് കണ്ടേക്കാം. ഇത് സമൂഹത്തിൽ സംഘർഷങ്ങളിലേക്കോ തടസ്സങ്ങളിലേക്കോ നയിച്ചേക്കാം. റോൾസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ റോൾസിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, പൊളിറ്റിക്സ് ആൻഡ് കൊമേഴ്സ് play key roles in shaping and maintaining society. They share some similarities but also have distinct purposes. Together, they help create a sustained social order. കുടുംബവും രാഷ്ട്രീയവും വാണിജ്യം തുടങ്ങിയ സ്ഥാപനങ്ങൾ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിലും നിയന്ത്രിക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവർ ചില സമാനതകൾ പങ്കിടുന്നുണ്ട്, എന്നാൽ പ്രത്യേക ഉദ്ദേശങ്ങളുമുണ്ട്. ഇവയ്ക്കെല്ലാം പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അവർ ഒരുമിച്ച് സാമൂഹിക ക്രമം സൃഷ്ടിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ലെജിറ്റിമേഷൻ ആൻഡ് ദ സിംബോളിക് യൂണിവേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി. They help institutions define their roles and adapt to changes. Even though disagreements or disruptions may still occur, society is a continuous efforts of individuals working together to create order and meaning. നിയമസാധുതയും പ്രതീകാത്മക പ്രപഞ്ചവും സമൂഹത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. വിയോജിപ്പുകളോ തടസ്സങ്ങളോ ഇപ്പോഴും ഉണ്ടായേക്കാമെങ്കിൽ പോലും സ്ഥാപനങ്ങളെയും അവരുടെ റോളുകൾ നിർവചിക്കാനും മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനും അവ സഹായിക്കുന്നുണ്ട്. സമൂഹം ക്രമവും അർത്ഥവും സൃഷ്ടിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമമാണ്. വ്യക്തികളുടെ നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് സമൂഹം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത പോയിന്റ് 4.8 socialization and legitimation. In society, peoples use shared ideas to give meaning to institution and social life.
These ideas help make institutions important and connected to everyday reality. If society shared symbols chain, new ideas are created to maintaining social stability. സമൂഹത്തിൽ സ്ഥാപനങ്ങൾക്കും സാമൂഹിക ജീവിതത്തിനും അർത്ഥം നൽകാൻ ആളുകൾ പങ്കിട്ട ആശയങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് ചിഹ്നങ്ങൾ, കഥകൾ, വിശ്വാസങ്ങൾ എന്നിവ. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ചിഹ്നങ്ങളായിട്ടും അതുപോലെ കഥകളായിട്ടും വിശ്വാസങ്ങളായിട്ട് ഒക്കെ നിലനിന്ന് പോന്നിരുന്ന ആ ഒരു കാര്യങ്ങളാണ് അതൊക്കെ. പെട്ടെന്നായിട്ട് ഉണ്ടായ കാര്യങ്ങളല്ല. ഇപ്പൊ പാർട്ടിയുടെ ചിഹ്നങ്ങളൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അത് പെട്ടെന്നൊരു കാലത്ത് ഉണ്ടായതല്ലല്ലോ. ഇന്നല്ല, ഒരുപാട് കാലങ്ങൾ മുന്നേ ഉണ്ടായി കൈമാറി വരുന്ന കാര്യങ്ങളാണ്. ഈ ആശയങ്ങൾ സ്ഥാപനങ്ങളെ പ്രധാനപ്പെട്ടതും ദൈനംദിന യാഥാർത്ഥ്യവുമായിട്ട് ബന്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ പങ്കിട്ട ചിഹ്നങ്ങൾ മാറുകയാണെങ്കിൽ സാമൂഹിക സ്ഥിരത നിലനിർത്താൻ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇനി ഒരുപക്ഷെ ഇതിലൊരു മാറ്റം വരികയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയവ പുനഃസൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സംടൈംസ് ദ വേ പീപ്പിൾ ആർ സോഷ്യലൈസ്ഡ്, ഹൗ ദേ ആർ ടോട്ട് ടു ബിഹേവ്, can conflict with these symbols, causing confusions and a loss of meaning. In such cases, new ideas need to be introduced to help explain the new situations. Societal institutions may then try to control groups that societal these symbols, so the old social orders can be preserved. ചിലപ്പോൾ ആളുകളെ സാമൂഹികവൽക്കരിക്കുന്ന രീതി അവരെ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ ചിഹ്നങ്ങളുമായിട്ട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ആശയക്കുഴപ്പത്തിനും അർത്ഥനഷ്ടത്തിനും കാരണമാകും. അത്തരം സന്ദർഭങ്ങളിൽ പുതിയ സാഹചര്യം വിശദീകരിക്കാൻ സഹായിക്കുന്ന പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഈ ചിഹ്നങ്ങളെ വെല്ലുവിളിക്കുന്ന ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ സാമൂഹിക സ്ഥാപനങ്ങൾ ശ്രമിച്ചേക്കാം. അങ്ങനെ പഴയ സാമൂഹിക ക്രമം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. This idea used to explain society such as myths, religion, philosophy, and science depends on how they are understood and interpreted. Some of these ideas come from everyone, while others are controlled by experts. പുരാണങ്ങള്, മതം, തത്വചിന്ത, ശാസ്ത്രം തുടങ്ങിയ സമൂഹത്തെ വിശദീകരിക്കാൻ ഉപയോഗിക്കുന്ന ആശയങ്ങൾ അവ എങ്ങനെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ആശയങ്ങളിൽ ചിലത് എല്ലാവരിൽ നിന്നും വരുന്നു, മറ്റുള്ളവ വിദഗ്ധർ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. Of the shared symbol serves two main purposes. ഈ ഒരു പങ്കിട്ട ചിഹ്നങ്ങളുടെ പരിപാലനം എന്നത് രണ്ട് പ്രധാന ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതാണ്. അതായത് ഈ പഴയ കാലത്ത് ഇന്നും പുലർത്തിക്കൊണ്ടുപോകുന്ന ഈ ഒരു കാര്യങ്ങൾ എന്താണ്? ഈ സിമ്പിൾസ് ഒക്കെ രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു എന്നാണ് പറയുന്നത്. അതിലൊന്ന് പറയുന്നത് തെറാപ്പി. This helps people adjust and fit into society, making sure they follow the established social rules. സ്ഥാപിത സാമൂഹിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സമൂഹവുമായിട്ട് പൊരുത്തപ്പെടുത്താനും ഇത് ആളുകളെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇൻഹലേഷൻ ആണ്. ദിസ് റിമൂവ്സ് ഐഡിയാസ് that are not part of the accepted symbols to avoid challenges to the established system. സ്ഥാപിത വ്യവസ്ഥിതിയിലേക്കുള്ള വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിന് അംഗീകൃത ചിഹ്നങ്ങളുടെ ഭാഗമല്ലാത്ത ആശയങ്ങളെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? നീക്കം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് പറയുന്നത്. Both strategies aim to keep society stable. Without these efforts, social order can break down. A strong symbolic system covers every part of reality, but in practice, people only understand parts of it. This allows for common shared beliefs, but also for individual differences. രണ്ട് തന്ത്രങ്ങളും സമൂഹത്തെ സുസ്ഥിരമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നതാണ്. ഈ ശ്രമങ്ങളില്ലാതെ സാമൂഹിക ക്രമം എന്ത് ചെയ്യുന്നു? തകർന്നു പോവുകയാണ് ചെയ്യുക. ശക്തമായ പ്രതീകാത്മക സംവിധാനം യഥാർത്ഥത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ പ്രായോഗികമായി ആളുകൾ ഇതിന്റെ ഭാഗങ്ങൾ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ഇത് പൊതുവായി പങ്കിട്ട വിശ്വാസങ്ങളെ അനുവദിക്കുന്നു. മാത്രമല്ല വ്യക്തിഗത വ്യത്യാസങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്.
For example, imagine a small village where everyone will live in certain traditions such as specific way of farming, celebrating holidays and solving conflicts. These shared traditions form the symbolic universe of the village. They give മീനിങ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഇൻ ടു എവറി വൺ ഡെയിലി ലൈഫ്. ഒരു ഉദാഹരണമാണ് പറയുന്നത്. കൃഷിയുടെ പ്രത്യേക രീതികൾ, അവധി ദിനങ്ങൾ ആഘോഷിക്കൽ, സംഘർഷങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയ ചില പാരമ്പര്യങ്ങളിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തെ എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. ഒരു പങ്കിട്ട പാരമ്പര്യം, ഇതിനെ എന്താണ് പറയുന്നത്, ഒരു പങ്കിട്ട പാരമ്പര്യം, ഗ്രാമത്തിന്റെ പ്രതീകാത്മക പ്രപഞ്ചം. ഈ ഒരു പങ്കിട്ട പാരമ്പര്യം എന്താണ്, ഈ ഒരു ഗ്രാമത്തിന്റെ എന്തെന്ന് സിംബോളിക് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഇത് രൂപീകരിക്കാൻ സഹായിക്കുന്നു. അവ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിന് അർത്ഥവും ഘടനയും നൽകുന്നു. Now, what happens when new farming techniques comes from outside the villages that challenges to old ways? Some villagers might struggle to accept these changes because it goes against their shared traditions. This creates confusion and loss of meaning. In responses, new ideas or discussions are introduced to help explain the situation. Maybe some elders share their thoughts or leaders decide to combine the old methods with the new ones. ഇപ്പോൾ പഴയ രീതികളെ, കൃഷി രീതികളെ വെല്ലുവിളിക്കുന്ന പുതിയ കൃഷി രീതികൾ ഗ്രാമത്തിന് പുറത്തു നിന്ന് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചില ഗ്രാമീണർ ഈ മാറ്റങ്ങൾ അംഗീകരിക്കാൻ പാടുപെടും. പെട്ടെന്നൊന്നും അംഗീകരിക്കില്ല. കാരണം ഇത് അവരുടെ പങ്കിട്ട പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അഥവാ ഇതുവരെ പുലർത്തിക്കൊണ്ടുവന്നിരുന്ന ആ ഒരു സെറ്റിന് അത് വിപരീതമാണ്. ഇത് ആശയക്കുഴപ്പവും അർത്ഥനഷ്ടം സൃഷ്ടിക്കുന്നു. അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് നല്ലതാണോ, നമുക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതിന്റെ പ്രതികരണമായി സാഹചര്യം വിശദീകരിക്കാൻ സഹായിക്കുന്നതിന് പുതിയ ആശയങ്ങളോ ചർച്ചകളോ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അവതരിപ്പിക്കും. ചില മൂപ്പന്മാർ അവരുടെ ചിന്തകൾ പങ്കുവെക്കുകയോ അല്ലെങ്കിൽ പഴയ രീതികൾ പുതിയവയുമായി കൂട്ടിച്ചേർക്കാൻ നേതാക്കൾ തീരുമാനിക്കുകയോ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓവർ ടൈം these ideas bring stability back to the village, but if certain villagers resist, the leaders might try to suppress them to preserve the village's traditions way of life. This process shows how society works to maintain its shared beliefs and stability even when faced with the change. കാലക്രമേണ ഈ ആശയങ്ങളെല്ലാം ഗ്രാമത്തിലേക്ക് സ്ഥിരത തിരികെ കൊണ്ടുവരുന്നു. എന്നാൽ ചില ഗ്രാമീണർ എതിർക്കുകയാണെങ്കിൽ ഗ്രാമത്തിന്റെ പരമ്പരാഗത ജീവിത രീതി സംരക്ഷിക്കാൻ നേതാക്കൾ അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മാറ്റത്തെ അഭിമുഖീകരിക്കുമ്പോൾ പോലും സമൂഹം അതിന്റെ പങ്കിട്ട വിശ്വാസങ്ങളും സ്ഥിരതയും നിലനിർത്താൻ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഈ ഒരു പ്രക്രിയ കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത നമ്മുടെ പോയിന്റ് 4.9 സോഷ്യൽ റിയാലിറ്റി ആൻഡ് ദ സിംബോളിക് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ദ വേ society organizes itself depends on how people understand and maintain shared ideas or symbolic reality. This reality is shaped by both experts like scientists or leaders and ordinary peoples in every society. People define reality differently. These are often debates between experts and the general public about what is true. These differing views create a competition over whose definition will shape social life. സമൂഹം സ്വയം സംഘടിപ്പിക്കുന്ന രീതി, പങ്കിട്ട ആശയങ്ങൾ അല്ലെങ്കിൽ പ്രതീകാത്മക യാഥാർത്ഥ്യം, അതായത് സിംബോളിക് റിയാലിറ്റി, ആളുകൾ എങ്ങനെ മനസ്സിലാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഈ ഒരു യാഥാർത്ഥ്യം രൂപപ്പെടുന്നത് ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ നേതാക്കളെ പോലുള്ള വിദഗ്ധരും സാധാരണക്കാരും ചേർന്നാണ്. എല്ലാ സമൂഹത്തിലും ആളുകൾ യാഥാർത്ഥ്യത്തെ വ്യത്യസ്തമായിട്ട് നിർവചിക്കുന്നുണ്ട്. വിദഗ്ധരും പൊതുജനങ്ങളും തമ്മിൽ സത്യം എന്താണെന്നതിനെ കുറിച്ച് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ വ്യത്യസ്ത വീക്ഷണങ്ങൾ അവരുടെ നിർവചനങ്ങൾ സാമൂഹിക ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു മത്സരം തന്നെ സൃഷ്ടിക്കാൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. സൊസൈറ്റി കോൺസ്റ്റന്റ്ലി ചേഞ്ചസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സ്കൂൾസ്, ഗവൺമെന്റ്സ് ഓർ വർക്ക് സ്പേസസ് must adapt to fit these changes as society moves through time. The way people interact and understand reality becomes more predictable. Over time, individuals learn their roles, make decisions, and know what to expect from others. This process happens in stages. സമൂഹം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. സ്കൂളുകളും ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ ഈ മാറ്റങ്ങൾക്ക് അനുയോജ്യമാക്കിയിരിക്കണം.
സമൂഹം കാലക്രമേണ നീങ്ങുമ്പോൾ ആളുകൾ ഇടപഴകുകയും യഥാർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതി കൂടുതൽ പ്രവചിക്കാൻ ആവുന്നതായിട്ട് തീരുന്നു. കാലക്രമേണ വ്യക്തികൾ അവരുടെ റോളുകൾ പഠിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അറിയുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രൈമറി സോഷ്യലൈസേഷൻ ഹാപ്പൻസ് ഇൻ ക്ലോസ് ഗ്രൂപ്പ്സ് ലൈക്ക് family or close friends where people learn basic social rules and roles. പ്രാഥമിക സാമൂഹികവൽക്കരണം എന്നത് കുടുംബം അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ പോലെയുള്ള അടുത്ത ഗ്രൂപ്പുകളിലാണ് സംഭവിക്കുന്നത്. അവിടെ ആളുകൾ അടിസ്ഥാന സാമൂഹിക നിയമങ്ങളും റോളുകളും പഠിക്കുന്നുണ്ട്. സെക്കൻഡറി സോഷ്യലൈസേഷൻ ഹാപ്പൻസ് ലേറ്റർ ത്രൂ formal institutions like schools and workspaces where people specialize in certain roles and knowledge. ദ്വിതീയ സാമൂഹികവൽക്കരണം പിന്നീട് സംഭവിക്കുന്നത് സ്കൂളുകളിലും ജോലി സ്ഥലങ്ങളിൽ തുടങ്ങിയ ഔപചാരിക സ്ഥാപനങ്ങളിലൂടെയാണ്. അവിടെ ആളുകൾ ചില റോളുകളിലും അറിവുകളിലും വൈദഗ്ധ്യം നേടുകയും ചെയ്യുന്നു. Both forms of socialization helps to create a shared understanding of reality, but they are complex process. Sometimes socialization doesn't work perfectly, leading to deviations, things that don't fit the expected pattern. To manage this deviation and maintain stability, societies use things like media or community programs to ensure everyone's understanding of reality stays connected and coherent. സാമൂഹികവൽക്കരണത്തിൻ്റെ രണ്ട് രൂപങ്ങളും യഥാർത്ഥങ്ങളെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ അവ സങ്കീർണമായ പ്രക്രിയകളാണ്. ചിലപ്പോൾ സാമൂഹികവൽക്കരണം എന്നത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നല്ല. ഇത് വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു. പ്രതീക്ഷിക്കുന്ന പാറ്റേണിന് അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ ഈ വ്യതിയാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സ്ഥിരത നിലനിർത്തുന്നതിനും സമൂഹങ്ങൾ, മാധ്യമങ്ങളോ കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകളോ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള എല്ലാവരുടെയും ധാരണ പരസ്പര ബന്ധിതവും വിയോജിപ്പും നിലനിർത്തുന്നു. നമ്മുടെ സമൂഹത്തിൽ ക്രിമിനലുകൾ വരെ ഉണ്ടാവാറുണ്ടെന്നാണ് അർത്ഥം. ആ ക്രിമിനലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ, ഇപ്പോൾ എന്താ പറയുക, മയക്കുമരുന്നിൻ്റെ പ്രയോഗം കൂടുമ്പോൾ നമ്മൾ കൗൺസിലിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കില്ല. നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ആ ഒരു ചുറ്റയോട് ചേരാൻ വേണ്ടിയിട്ട് വ്യതിചലിച്ച് പോകുന്ന അവരെന്ത് ചെയ്യുന്നു? അതിലോട്ട് വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത് കേട്ടോ. Primary socialization trends to have a stronger impact, while secondary socialization often feels more superficial and less deeply rooted in daily life. Language through casual conversation plays a key role in maintaining both the shared objective reality, what everyone sees as true, and subjective reality, how people personally experienced life. പ്രാഥമിക സാമൂഹികവൽക്കരണം കൂടുതൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നവയാണ്. അതേസമയം ദ്വിതീയ സാമൂഹികവൽക്കരണം പലപ്പോഴും കൂടുതൽ ഉപരിപ്ലവവും ദൈനംദിന ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയതും അല്ല. ഭാഷ, സാധാരണ സംഭാഷണത്തിലൂടെ പങ്കിട്ട വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവും ആത്മനിഷ്ഠ യാഥാർത്ഥ്യവും എങ്ങനെ നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഭാഷ എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ സംഭാഷണത്തിലൂടെ പങ്കിട്ട വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം, അതായത് എല്ലാവരും സത്യമായിട്ട് കാണുന്നതും എല്ലാവരും വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യങ്ങളും നിലനിർത്തുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത് നമ്മുടെ ഹെഡിങ് വരുന്നത് 4.10 മെയിൻറ്റെയിനിങ് റിയാലിറ്റി ആൻഡ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് ഈസ് കീ പാർട്ട് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഷേപ്പിംഗ് ദ ഷെയർഡ് റിയാലിറ്റി ഇൻ സൊസൈറ്റി ത്രൂ ഇറ്റ് യൂസ്. Both in formal and informal settings, language helps people communicate, connect and build a shared understanding of the world around them. Many theories suggest that language itself helps construct reality as it shapes how people perceive and interpret their experience. സമൂഹത്തിൽ പങ്കിട്ട യാഥാർത്ഥ്യം നിലനിർത്തുന്നതിനും രൂപപ്പെടുത്തുന്നതിനുമുള്ള പ്രധാന ഭാഗമാണ് ഭാഷ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗത്തിലൂടെ ഔപചാരികവും അനൗപചാരികവുമായിട്ടുള്ള ക്രമീകരണങ്ങളിൽ ഭാഷ ആളുകളെ ആശയവിനിമയം നടത്താനും ബന്ധിപ്പിക്കാനും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഒരു പങ്കിട്ട ധാരണ സൃഷ്ടിക്കാനും സഹായിക്കുന്നുണ്ട്. ആളുകൾ അവരുടെ അനുഭവങ്ങളെ എങ്ങനെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നതിനെ രൂപപ്പെടുത്തുന്നതിനാൽ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ ഭാഷ തന്നെ സഹായിക്കുമെന്ന് പല സിദ്ധാന്തങ്ങളും സൂചിപ്പിക്കുന്നത്. അതായത് റിയൽ വേൾഡ്, നമ്മുടെ റിയാലിറ്റിയെ മെച്ചപ്പെടുത്താൻ ഭാഷയാണ് ഏറ്റവും
വാഹകമായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. At the same time, people's life experiences feedback into language, constantly shaping and influencing how it evolves. Language is not just about words, it includes symbols, gestures, moral cues, and other forms of communication that are essential for interactions. Without effective communication, there can be no shared culture. അതേ സമയത്ത് തന്നെ ആളുകളുടെ ജീവിതാനുഭവങ്ങൾ ഭാഷയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അത് എങ്ങനെ വികസിക്കുന്നു എന്നതിനെ നിരന്തരം രൂപപ്പെടുത്തുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഭാഷ വെറും വാക്കുകൾ മാത്രമല്ല, അതിൽ പ്രതീകങ്ങളും ആംഗ്യങ്ങളും ധാർമ്മിക സൂചനകളും ആശയവിനിമയത്തിൻ്റെ മറ്റു രൂപങ്ങളും എന്നിവ ഉൾപ്പെടുന്നതാണ്. ഫലപ്രദമായ ആശയവിനിമയം കൂടാതെ പങ്കിട്ട സംസ്കാരങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. Language is a powerful tool for bringing together both the objective and subjective aspect of reality in diverse societies. Different groups can develop their own models of reality which interact and create bridges for communication between communities. യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായിട്ടുള്ള വശങ്ങളുണ്ട്. അതായത് പങ്കിട്ട വസ്തുതകളും വ്യക്തിപരമായ വ്യാഖ്യാനങ്ങൾ എന്നിവ. അതായത് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ ഉപകരണമാണ് ഭാഷ. ഭാഷ എന്ന് പറയുന്നത് എന്താണ്? ഷെയർഡ് ഫാക്ട്സ് ആണ്. അതായത് പങ്കിട്ട സത്യങ്ങളാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ പങ്കിടുന്നതിനുള്ള ഒരു മാർഗമാണ് ഭാഷ. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അതായത് നമുക്ക് നമ്മുടേതായ ഇൻ്റർപ്രിട്ടേഷനുകളും കാര്യങ്ങളും ഉണ്ടാവും. അതിന് വ്യാഖ്യാനിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഭാഷ എന്ന് പറയുന്നത്. ഈ രണ്ട് വശങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഉപകരണമാണ് ഭാഷ. വൈവിധ്യമാർന്ന സമൂഹങ്ങളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്ക് യാഥാർത്ഥ്യത്തിൻ്റെ സ്വന്തം മാതൃകകൾ വികസിപ്പിക്കാൻ കഴിയും. അത് സംവദിക്കുകയും കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ആശയവിനിമയത്തിലുള്ള പാലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഭാഷ കൊണ്ടുള്ള പ്രധാന ഒരു നേട്ടമെന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മെയിനായിട്ട് കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു സൊസൈറ്റിയുടെ നിർമ്മാണത്തിൽ പങ്ക് വഹിച്ചിട്ടുള്ള എല്ലാ പ്രസ്താവനകളും യാഥാർത്ഥ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ചർച്ച ചെയ്തത്. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്, ലെജിറ്റിമേഷൻസ് വരുന്നുണ്ട്, യൂണിവേഴ്സൽ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ വരുന്നുണ്ട്, ലാംഗ്വേജ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തിൽ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. 4.11 കൺക്ലൂഷൻ. ദ പ്രോസസ് ഓഫ് internalizing social reality, both what's subjectively real and what's personally experienced, happens through a dynamic interactions between individuals and the society around them. To maintain stability, society needs a balance between nature, the environment, and the culture, the social rules and norms. സാമൂഹിക യാഥാർത്ഥ്യത്തെ ആന്തരികവൽക്കരിക്കുന്ന പ്രക്രിയ വസ്തുനിഷ്ഠമായി യാഥാർത്ഥ്യമായതും വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള വ്യക്തികളും അവർക്ക് ചുറ്റുമുള്ള സമൂഹവും തമ്മിലുള്ള ചലനാത്മകമായ ഇടപെടലുകളിലൂടെ സംഭവിക്കുന്നതാണ്. സ്ഥിരത നിലനിർത്താൻ വേണ്ടി സമൂഹത്തിന് പ്രകൃതിയും അതായത് പരിസ്ഥിതിയും സംസ്കാരവും അതായത് സാമൂഹിക നിയമങ്ങളും മാനദണ്ഡങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥ, ഒരു ബാലൻസ് ആവശ്യമായിട്ടുണ്ട്. Successful socialization happens when there is a strong adjustment between external expectations and internal beliefs, allowing individuals to actively participate in society rather than simply following rules. ബാഹ്യ പ്രതീക്ഷകളും ആന്തരിക വിശ്വാസങ്ങളും തമ്മിൽ ശക്തമായ ക്രമീകരണം ഉണ്ടാകുമ്പോഴാണ് വിജയകരമായിട്ടുള്ളൊരു സാമൂഹികവൽക്കരണം സംഭവിക്കുന്നത്. നിയമങ്ങൾ പാലിക്കുന്നതിന് പകരം സമൂഹത്തിൽ സജീവമായി പങ്കെടുക്കാൻ വ്യക്തികളെ അനുവദിക്കുകയും ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. However, socialization doesn't always work effectively. In some cases, individualism takes root, where people don't fully accept the social norms and reality, leading to deviance. എന്നിരുന്നാൽ പോലും സാമൂഹികവൽക്കരണം എന്നത് എല്ലായ്പ്പോഴും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യമല്ല. ചില സന്ദർഭങ്ങളിൽ വ്യക്തിവാദം അതിൽ വരുന്നു. അതായത്
സ്വയമുള്ള, അതായത് സ്വയം നിയന്ത്രിച്ചിരിക്കുന്ന, ഞാൻ ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തിവാദം അവിടെ ആളുകൾ സാമൂഹിക മാനദണ്ഡങ്ങളും യാഥാർത്ഥ്യവും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. ഇത് വ്യതിയാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് മറ്റുള്ള നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റുന്നില്ല എന്ന ചില വ്യക്തികളുടെ തീരുമാനങ്ങൾ എന്താണ്, വ്യതിയാനങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. When this happens, society uses methods like counseling, psychiatry or spiritual guidance to bring these individuals back to alignment with the dominant social reality. ഇത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, സമൂഹ ഈ വ്യക്തികളെ പ്രബലമായി സാമൂഹിക യാഥാർത്ഥ്യമായിട്ട് തിരികെ കൊണ്ടുവരാൻ, എല്ലാവരെയും പോലെ തിരികെ കൊണ്ടുവരാൻ കൗൺസിലിംഗ്, സൈക്കാട്രി അല്ലെങ്കിൽ ആത്മീയ മാർഗനിർദ്ദേശം പോലുള്ള രീതികൾ ഉപയോഗിക്കുന്നു. നമ്മുടെ ഈ നോർമൽ അല്ലാത്ത, അതായത് നമ്മുടെ ഒരു നല്ല രീതിയിലല്ലാത്ത മോശം ഒരു ചുറ്റുപാടിലേക്കും മോശം പ്രവൃത്തികളിലേക്കും പോകുന്ന ആൾക്കാരെ നമ്മൾ ഈ സാമൂഹികപരമായ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട്, മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അത് മതമായാലും കൗൺസിലിംഗ് ആയാലും സൈക്കാട്രി ആയാലും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ചുറ്റുപാടിലേക്ക് വീണ്ടും നമ്മൾ കൂട്ടിച്ചേർക്കുന്ന പരിപാടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇൻ എക്സ്ട്രീം കേസസ് ദീസ് കോൺഫ്ലിക്ട്സ് ക്യാൻ ബി സോ സെവർ that individuals may need medical intervention to help them reconcile their different perception of reality. അങ്ങേയറ്റത്തെ സന്ദർഭങ്ങളിൽ ഈ സംഘർഷങ്ങൾ വളരെ കഠിനമാകാനുള്ള സാധ്യതയുണ്ട്. വ്യക്തികൾക്ക് യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത ധാരണകളെ അനുരഞ്ജിപ്പിക്കാൻ സഹായിക്കുന്നതിന് മെഡിക്കൽ ഇടപെടൽ ആവശ്യമായിട്ട് വന്നേക്കാം. അതിൽ രോഗങ്ങൾ പെടും കേട്ടോ, രോഗങ്ങൾ പെടും. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെടും. അങ്ങനെ ആ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിൽ നിന്ന് നോർമൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ടുഡേ ദിസ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് ബിക്കമിങ് മോർ ചലഞ്ചിങ്, എസ്പെഷ്യലി ഇൻ മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ സൊസൈറ്റീസ് വെർ ഇൻഡിവിജ്വൽസ് ഈസ് ഹൈലി വാല്യൂഡ്. Individuality often leads people to prioritize their own perspective over the shared social reality, creating tension between personal beliefs and the societal norms. ഇന്ന് ഈ സമൂഹവൽക്കരണ പ്രക്രിയ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആധുനികവും ഉത്തരാധുനികവുമായ സമൂഹങ്ങളിൽ വ്യക്തിത്വം വളരെ വിലമതിക്കുന്നതാണ്. വ്യക്തിപരമായ വിശ്വാസങ്ങൾക്കും സാമൂഹിക മാനദണ്ഡങ്ങൾക്കും ഇടയിൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്ന പങ്കിട്ട സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കാൾ സ്വന്തം കാഴ്ചപ്പാടിന് മുൻഗണന നൽകാൻ വ്യക്തികൾ പലപ്പോഴും ആളുകളെ നയിക്കുന്നു. കാരണം ഇന്ന് ഇതൊക്കെ ഈ ഒരു മേഖലകൾ നമ്മുടെ ഈ സൊസൈറ്റിയെ അടുപ്പിക്കുന്ന ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ എന്താ പറയുക, ഭയങ്കര വെല്ലുവിളികൾ നിറഞ്ഞത്. കാരണം വ്യക്തികൾ അത്രത്തോളം മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ, തൻ്റെ നിലപാടിനോട് അത്രയും യോജിക്കുന്ന തരത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഇപ്പം മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അവരുടെ ആ ഒരു മാർഗത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അതൊരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാമൂഹിക നിർമ്മാണത്തിൽ അതിൻ്റെ വെല്ലുവിളികളും അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സോ നമ്മുടെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചാപ്റ്ററൊക്കെ വളരെ സിമ്പിളാണ്, നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ എഴുതാവുന്ന ചാപ്റ്ററേ ഉള്ളൂ. പിന്നെ നമുക്ക് ടെക്സ്റ്റ് വൈസ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ്.